ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ അടുത്ത ലെസണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ലെസൺ കഴിഞ്ഞു, രണ്ടാമത്തെ ലെസണിലേക്കാണ് കടക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാമത്തെ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നും വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ദയവായിട്ടത് കാണണം, കാരണം നമ്മൾ ഫൗണ്ടേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള ഗ്രീറ്റിങ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ആളുകളെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കാം, ആദ്യമായിട്ട് കാണുമ്പോൾ, രണ്ടാമത് കാണുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയൊന്ന് വിഷ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ലെസണിലേക്ക് പോവാണ്, ലെസൺ 2. ഇന്ന് നമ്മളെന്താ കാണാൻ പോകുന്നതെന്നറിയാമോ? കുറച്ച് എക്സ്പ്രഷൻസാണ്. കുറച്ച് എക്സ്പ്രഷൻസ് വാക്കുകളും, ഏകദേശം 5 എണ്ണമുണ്ട്. ഇതിനെ നമ്മൾ നോർമലി വിശേഷിപ്പിക്കുന്നത് ദ മാജിക്കൽ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് എന്നാണ്, അല്ലെങ്കിൽ ദ മാജിക്കൽ എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു നേറ്റീവ് സ്പീക്കറെ പോലെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന, ആളുകളെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വാക്കുകൾ മിസ്സാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ വാക്കിതാണ് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ ഇത് നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അല്ലേ, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് എക്സ്ക്യൂസ് മീ എന്നൊക്കെ ആൾക്കാർ പറയുന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ്ക്യൂസ് മീ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് ഏത് സമയത്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കയറി ഇടപെടാൻ പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് മീ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് എക്സ്ക്യൂസ് മീ മേ കം ഇൻ എന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ ഈ എക്സ്ക്യൂസ് മീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വേറൊന്നിനുമല്ല, ടീച്ചർ ക്ലാസ് എടുക്കുവാണ്, ഐ ആം സോറി ടു ഇൻ്റർഫിയർ അല്ലേ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം, ഞാൻ ഒന്ന് ഇൻ്റർഫിയർ ചെയ്തോട്ടെ എന്ന് അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് എന്ത്? എക്സ്ക്യൂസ് മീ. അല്ലെങ്കിൽ 4-5 കൂട്ടുകാരികൾ സംസാരിക്കുന്നു, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ അയ്യോ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാൻ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ് എന്നൊക്കെ പറയുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഇവിടെ നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ആളുകൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുന്നു. അതാണ് എക്സ്ക്യൂസ് മീയുടെ ഒന്നാമത്തെ യൂസ്. 2, കുറേ ആളുകൾ കൂടി നിൽക്കുന്നു, നമുക്ക് അവരുടെ നടുവിലൂടെ കടന്നു പോകണം അല്ലേ, അത് നമ്മൾ ഉപയോഗിക്കും എക്സ്ക്യൂസ് മീ. അവിടെ നമുക്ക് വേറൊന്നുമല്ല, ഞാനൊന്ന് പൊക്കോട്ടെ എന്നാണ് നമ്മൾ അതുവഴി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെയറിൻ്റെ അടുത്ത് 4-5 പേര് നിൽക്കുന്നു, നമുക്ക് മുകളിലേക്ക് കയറിപ്പോകണം, വഴിയില്ല. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു ഗോ അല്ലേ, എനിക്കിങ്ങനെ പോകണം എന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ദയമായി വഴി തരുമോ എന്നുള്ള ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂസ്. ഇനി മൂന്നാമത്തെ യൂസേജ്, ടു ഗെറ്റ് സമ്മൺസ് അറ്റൻഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഇൻ്റർഫിയർ ചെയ്യാനാണെങ്കിൽ അതുപോലെ തന്നെയാണ് എന്ത്, നമുക്ക് ഒരാളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ കുറേ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സ്ക്യൂസ് മീ ക്യാൻ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ ആ എക്സ്ക്യൂസ് മീ ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫോർ ദെയർ അറ്റൻഷൻ ആക്ച്വലി. അതായത് ഇപ്പോൾ ഒത്തിരി പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്കൊരു അനൗൺസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് പറയുന്നത് എന്താ? എക്സ്ക്യൂസ് മീ അല്ല, അത് വളരെ മര്യാദയുള്ളൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ 3 സിറ്റുവേഷനിൽ, അതായത് ആളുകളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്തെങ്കിലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു കൂട്ടം ആളുകളെ നടുവിലൂടെ പാസ് ചെയ്തു പോകാനും നമ്മൾ എക്സ്ക്യൂസ് മീ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2-3 സെൻറ്റൻസിലും കൂടി ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്, എക്സ്ക്യൂസ് മീ സർ. അപ്പോൾ സാർ ഇങ്ങനെ നോക്കുന്നു, മേ കം ഇൻ. എക്സ്ക്യൂസ് മീ സർ മേ കം ഇൻ. എക്സ്ക്യൂസ് മീ സർ മേ കം ഇൻ. ഒന്ന് പറഞ്ഞു നോക്കിയാൽ എൻ്റെ ഒപ്പം, എക്സ്ക്യൂസ് മീ സർ മേ കം ഇൻ. എക്സ്ക്യൂസ് മീ, ഞാൻ അങ്ങോട്ട് കയറി വന്നോട്ടെ. അതുപോലെ വേറൊന്ന് ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുന്നു, എക്സ്ക്യൂസ് മീ മേ ഹെൽപ്പ് യു. എക്സ്ക്യൂസ് മീ മേ ഹെൽപ്പ് യു. അല്ല, നമ്മളിങ്ങനെ പോകുമ്പോൾ കുറച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുവാണ്, എന്തെങ്കിലും ഒരു ചലഞ്ചിൽ ഫേസ് ചെയ്ത് നിൽക്കുവാണ്, നമ്മൾ പോയി ചോദിക്കുന്നു എക്സ്ക്യൂസ് മീ, അങ്ങോട്ട് ശ്രദ്ധിച്ച്, ഞാൻ സഹായിക്കണോ? മേ ഹെൽപ്പ് യു. എക്സ്ക്യൂസ് മീ മേ ഹെൽപ്പ് യു. അതുപോലെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്ക്യൂസ് മീ പറഞ്ഞ് ആളുകളുടെ നടുവിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഒന്നാമത്തെ എക്സ്പ്രഷൻ, എക്സ്ക്യൂസ് മീ. ഒരു മടിയും വേണ്ട, ഇത് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉപയോഗിച്ച് തുടങ്ങണം. ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് യുവർ കോൺവെർസേഷൻ എ ലോട്ട് മോർ ബ്യൂട്ടിഫുൾ. കുറച്ചുകൂടെ മനോഹരമാക്കും, കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആക്കും നിങ്ങളുടെ ലാംഗ്വേജ്. ഇനി നമുക്ക് അടുത്ത എക്സ്പ്രഷനിലേക്ക് പോകാം. അടുത്ത എക്സ്പ്രഷനാണ് താങ്ക് യു. അത് താങ്ക് യു അല്ല കേട്ടോ, ഇറ്റ്സ് താങ്ക് യു. താങ്ക് യു എന്ന് പറഞ്ഞു നോക്കിയേ, താങ്ക് യു, നന്ദി എന്നാണ് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്, ശരിയല്ലേ?
ഇപ്പം പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന മലയാള സമൂഹം പലപ്പോഴും മലയാളത്തിൽ നന്ദി എന്ന് പറയാറില്ല, പക്ഷേ ഇംഗ്ലീഷിൽ താങ്ക് യു എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് അത്രത്തോളം റീജിയണലി ഇൻഫ്ലുവൻസ് ചെയ്തൊരു എക്സ്പ്രഷനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ താങ്ക് യു പറയാൻ പഠിച്ചുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? ഗ്ലോബലി ആരുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ് എന്ത്? താങ്ക് യു. അല്ലെ, ഇപ്പോൾ സ്പാനിഷുകാരാകാം, ജർമ്മൻകാരാകാം, മിക്കവർക്കും അറിയാവുന്നൊരു എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇത് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഒന്ന്, നമുക്കൊരു ഫേവർ ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് നന്ദി പറയാം. നമുക്കൊരു ഉപകാരം ചെയ്തു, അതിന് നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു. നന്ദിയുണ്ട് കേട്ടോ, സന്തോഷമുണ്ട് കേട്ടോ, താങ്ക് യു എന്ന് നമ്മൾ പറയും. താങ്ക് യു, നന്ദിയുണ്ട് ഒരു ഉപകാരം ചെയ്തതിന്. അപ്പോൾ നമ്മൾ ഈ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ അവർ ചെയ്തൊരു ഉപകാരത്തിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട്, അല്ലേ, ഒരു സഹായത്തിന് നമ്മൾ നന്ദി പറയുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ നന്ദി പറയുന്നു. ഈ രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. ഈ സംഭവം വെറുതെ താങ്ക് യു എന്ന് പറയാണ്ട് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട്, കുറച്ചുകൂടെ രസമായിട്ട്, കുറച്ചുകൂടെ മനോഹരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള 3-4 വഴികൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പല ഷോർട്ട് വീഡിയോസിലൊക്കെ നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. എന്നാലും ഞാൻ നമ്മുടെ ഈ വീഡിയോ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണ്. താങ്ക് യു നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു യൂസേജാണ് താങ്ക് യു, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. താങ്ക് യു, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. അല്ലേ, നന്ദി, അത് വലിയൊരു ഉപകാരം കേട്ടോ, നിൻ്റെ നല്ല മനസ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ. അതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. താങ്ക് യു, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ മില്യൺ. താങ്ക്സ് എ ടൺ. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നോക്കി, നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പഴയ ട്രഡീഷണൽ രീതിയിൽ താങ്ക് യു എന്ന് മാത്രം പറയാണ്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളോട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈവ്ലി ആവും നമ്മുടെ കോൺവെർസേഷൻ. നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവും. ആളുകൾക്ക് നമ്മുടെ ലാംഗ്വേജിനെ കുറിച്ച് കുറച്ചുകൂടെ നല്ല ഇമ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതികൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക്സ് എ ടൺ, താങ്ക്സ് എ മില്യൺ, താങ്ക് യു, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു, താങ്ക്സ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇങ്ങനെ കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഡെഫിനറ്റായിട്ട് ഉപയോഗിക്കാം. ഇനി വേറൊരു കാര്യം, ഇതിന് മറുപടി, അല്ലേ, ഒരാൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നന്ദി പറയുമ്പോൾ അവർ മറുപടി തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ നമ്മളോട് താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉപകാരം ചെയ്ത് ഒരാൾ വന്ന് പറയുന്നു താങ്ക് യു, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. പലരും പറയുന്നൊരു എക്സ്പ്രഷനാണ് നോ മെൻഷൻ. നോ, അതൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻ അല്ല. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഡോണ്ട് മെൻഷൻ ഇറ്റ്. അപ്പോൾ ഞാൻ ആദ്യം ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഇത് കുറച്ച് ഹാർഷല്ലേ, നോ മെൻഷൻ വലിയ കുഴപ്പമില്ല, ഡോണ്ട് മെൻഷൻ ഇറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഹാർഷല്ലേ. പക്ഷെ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ സ്ട്രക്ചർ. ഡോണ്ട് മെൻഷൻ ഇറ്റ്, അല്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ, ഇറ്റ്സ് മൈ പ്ലഷർ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇങ്ങനെയുള്ള പല എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ നന്ദി പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നു, അതിൻ്റെ ഒപ്പം നമ്മൾ ഇവർക്ക് മറുപടി കൊടുക്കുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ എൻ്റെ ഒരു സന്തോഷമല്ലേ കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ട എക്സ്പ്രഷൻ ഒന്ന് പറഞ്ഞുതരാം. താങ്ക് യു, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. ഒരാൾ പറയുന്നു താങ്ക് യു, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. മറ്റേ ആൾ പറയുന്നു ഇറ്റ്സ് മൈ പ്ലഷർ, ഇറ്റ്സ് മൈ പ്ലഷർ. അതായത് നീ നന്ദിയൊന്നും പറയേണ്ട, ഇതെൻ്റെ സന്തോഷമാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നാമത്തെ എക്സ്പ്രഷനായിരുന്നു എക്സ്ക്യൂസ് മീ, രണ്ടാമത്തെ എക്സ്പ്രഷനാണ് താങ്ക് യു. അപ്പം ഇത് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. നന്ദി പറയാനുള്ള ഒരവസരവും നിങ്ങൾ മിസ്സാക്കരുത്. ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്രസീവായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. ഇനി നമ്മൾ മൂന്നാമത്തെ എക്സ്പ്രഷനിലേക്ക് കടക്കുവാണ് കേട്ടോ. എന്താണ്? പ്ലീസ്. പ്ലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ റീസെൻ്റ്ലി ഒരു റൈറ്റപ്പ് കണ്ടു, ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ 1 കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞാൽ $10. 1 കപ്പ് ഓഫ് കോഫി പ്ലീസ് എന്ന് പറഞ്ഞാൽ $5. നോക്കിയോ എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ആ പ്ലീസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നേറ്റീവ് സ്പീക്കേഴ്സിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ മക്കളൊക്കെ ആണെങ്കിൽ ഒരു കാർട്ടൂൺ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലീസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഹോളിവുഡ് മൂവീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലീസ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്ന്. മിക്കവാറും എപ്പോഴും അവർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ പ്ലീസ് ചേർത്തേ അവർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ആരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഗീവ് മീ ദ പെൻ എന്നല്ല, can I have the pen please, അല്ലെങ്കിൽ can you give me the pen please എന്ന് പറയണം. ആ പ്ലീസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1-2 എക്സ്പ്രഷൻസ് നോക്കിയാലോ. can I have a cup of water? എവിടെ പോയി പ്ലീസ്? പ്ലീസ് വേണം. can I have a cup of water please? can I have a cup of water please? can you give me a pen please? or please give me a glass of water. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഒരു പ്ലീസ് അതിൻ്റെ ഒപ്പം ഉണ്ടാവണം.
പ്ലീസ് കം വിത്ത് മീ. കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാർഷാണ് കേട്ടോ. എൻ്റെ കൂടെ വാ, അതല്ല. പ്ലീസ് കം വിത്ത് മീ, എൻ്റെ കൂടെ ദയവായി വരൂ. സി, വിദേശ രാജ്യങ്ങളൊക്കെ പോലീസുകാർ പോലും അങ്ങനെയാണ് പറയുന്നത്. കം വിത്ത് മീ ഒന്നുമില്ല, പ്ലീസ് കം വിത്ത് മീ, പ്ലീസ് ഷോ മീ യുവർ ഡോക്യുമെൻറ്റ്സ്, പ്ലീസ്. മറക്കല്ലേ, എപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പ്ലീസ് ഉപയോഗിക്കണം. കഴിഞ്ഞില്ല, പ്ലീസ് ഉപയോഗിച്ച് ഒരാൾ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കും? Can I have a cup of coffee please? എന്നാ അങ്ങനെയാണോ? നോ. അതിനതിൻ്റേതായ രീതിയുണ്ട്. ചില മറുപടികൾ എങ്ങനെയൊക്കെ മറുപടി പറഞ്ഞാൽ നമുക്ക് നോക്കിയാലോ. Can I have a cup of coffee please? Of course, തീർച്ചയായിട്ടും കേട്ടോ. അതിന് നമുക്കൊരു സന്തോഷമാണ്. ഒരാൾ ഒരു റിക്വസ്റ്റ് പൊളൈറ്റായിട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിനെനിക്ക് സന്തോഷമുണ്ട്, ഐ എം ഹാപ്പി ടു ഡൂ ദാറ്റ് എന്നുള്ളൊരു എക്സ്പ്രഷൻ വേണം നമ്മൾ ഇടാൻ. അപ്പോൾ നമുക്ക് പറയാം വൈ നോട്ട്, വിത്ത് പ്ലഷർ, ഡെഫിനറ്റ്ലി. കണ്ടോ, നമുക്ക് പറയാവുന്ന പോലെ എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. ഞാൻ 2-3 പറഞ്ഞു എന്നേ ഉള്ളൂ. വൈ നോട്ട്, ഡെഫിനറ്റ്ലി, സർട്ടൻലി, ഷുവർ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നീ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിനക്കത് തീർച്ചയായിട്ടും ചെയ്തു തരും, അതെൻ്റെ സന്തോഷം, ഐ എം ഹാപ്പി ടു ഡൂ ദാറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇനി മുതൽ പ്ലീസ് ഉപയോഗിച്ച് തുടങ്ങണം, മറക്കല്ല്. അപ്പോൾ നമ്മൾ 3 എക്സ്പ്രഷൻസ് പഠിച്ചു. എക്സ്ക്യൂസ് മീ, താങ്ക് യു ആൻഡ് പ്ലീസ്. ഇത് 2 കൂടെ ആണുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 4th എക്സ്പ്രഷൻ, സോറി. ഈ സോറി എന്ന് വെച്ചാൽ പ്ലീസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴാണ് സോറി ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ചെയ്തൊരു പ്രവൃത്തി മറ്റുള്ളവർക്ക് വേദനാജനകമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മൾ അവരെ വേദനിപ്പിച്ചെങ്കിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് സോറി ഉപയോഗിക്കാം. ഓക്കെ, അത് മുമ്പും ശേഷവും നമുക്ക് ഉപയോഗിക്കാം. മുമ്പ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാൻ പോകുന്നൊരു ന്യൂസ്, ഇപ്പോൾ ഒരാളുടെ ഒരു ക്ലോസ് റിലേറ്റീവ് മരിച്ചു അല്ലേ, നമ്മളിന്ന് പോയി പറയണം. നമ്മൾ ആദ്യം തന്നെ പറയും വെൽ ഐ എം സോറി ടു സേ ദിസ്, പറയുന്നത് എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഒരാളെ ദേഹത്ത് തട്ടി, അപ്പോൾ നമ്മൾ പറയും സോറി അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം കൊണ്ട് ഐ എം സോറി ദാറ്റ് വാസ് നോട്ട് ഇൻറ്റൻറ്റഡ് അല്ലേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല. കാരണം നമ്മൾ ചെയ്തൊരു കാര്യം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, നമ്മൾ പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല കേട്ടോ. കണ്ടോ, സോറി ഉപയോഗിക്കുന്ന 3-4 സിറ്റുവേഷൻസ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എപ്പോഴും മനസ്സിൽ വെക്കുക, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കിയതോ ഉണ്ടാക്കാൻ പോകുന്നതോ ആയ ഒരു കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്തെങ്കിൽ നമുക്കവിടെ സോറി ഉപയോഗിക്കാം. എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി എന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്ലീസും താങ്ക് യു ഒക്കെ പോലെ തന്നെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് സോറി. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാൻ മറക്കരുത്. നമുക്ക് 1-2 സിറ്റുവേഷൻസിൽ ഇതെങ്ങനെയാണ് സ്ട്രക്ചറിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഐ എം സോറി, ഐ എം എക്സ്ട്രീംലി സോറി, ഐ എം റിയലി സോറി, ഐ എം വെരി സോറി. പറഞ്ഞല്ലോ, വി ആർ എക്യൂപ്പിംഗ് ourselves with a variety of tools. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പല ടൂൾസ് ഉപയോഗിക്കുകയാണ്. ഐ എം സോറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു 100 പേര് നിൽക്കുന്ന ക്രൗഡിൽ 10 പേര് ഐ എം സോറി പറഞ്ഞ ശേഷം ഒരാൾ പറയുന്നു ഐ എം എക്സ്ട്രീംലി സോറി എന്ന് പറഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തെ നോട്ടീസ് ചെയ്യും, ഇവൻ കൊള്ളാമല്ലോ, ഇവൻ്റെ എക്സ്പ്രഷൻ കുറച്ചുകൂടി രസമാണല്ലോ എന്ന് തോന്നും. അങ്ങനെ വേണം നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കാൻ നോക്കുക. തീർന്നില്ല, ഇതിന് മറുപടി. ഒരാൾ സോറി പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ശരി, അങ്ങനെയാണോ? അല്ല, ഇതിന് മറുപടി പറയണം. അതൊന്നും കുഴപ്പമില്ലടോ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ പറയാവുന്ന അടിപൊളി ഒരു എക്സ്പ്രഷനാണ് കേട്ടോ, ടേക്ക് ഇറ്റ് ഈസി. അതൊന്നും കുഴപ്പമില്ലടോ, അതൊന്നും പ്രശ്നമില്ല, പോട്ടെ, വിട്ടുകളയെന്നൊക്കെ പറയില്ലേ, ഇതാണ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്, ടേക്ക് ഇറ്റ് ഈസി. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? സോറി പറയുന്നു, അതിന് മറുപടി പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അവർ പറഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കുന്നു, നമ്മൾ പറയുമ്പോൾ അവർ ചിലപ്പോൾ മറുപടി തരാം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക, അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടത് 4 എക്സ്പ്രഷൻസാണ് ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ അവസാന എക്സ്പ്രഷനിലേക്ക് പോവാണ്, പാഡൺ. പാഡൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ഉപയോഗിക്കാവുന്നൊരു എക്സ്പ്രഷനാണ് പാഡൺ. പ്രത്യേകിച്ച് നമ്മൾ ടെലിഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു നീ മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടെ പറയാമോ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? പാഡൺ. ഒരാളൊരു കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാഡൺ എന്ന് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം ആ കാര്യം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പാഡൺ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ യൂസേജ്. ഓക്കെ, അതൊരു ഗ്രൂപ്പിലാണെങ്കിലും ടെലിഫോണിക് കോൺവെർസേഷനിലാണെങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, അവരെ കാര്യം റിപ്പീറ്റ് ചെയ്ത് തരും. ഇത് നോക്കിയേ, നമ്മൾ 5 എക്സ്പ്രഷൻസ് എന്ന് പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് യുവർ ഇംഗ്ലീഷ് ബെറ്റർ. നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മുടെ കൂട്ടുകാരുമായിട്ടും നമ്മുടെ വീട്ടുകാരുമായിട്ടും നമ്മുടെ കൊളീഗ്സൊക്കെ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾ മറക്കാതെ ഉപയോഗിക്കണം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് നമ്മുടെ ഈ ലേണിംഗ് ലെസൺസ് ഷെയർ ചെയ്യുക.
പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Until then, you take care. I wish you all a good day. Thank you.